Hi, welcome to Cook with Rumana. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റിൽ ബെൽ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ കാണുന്നതാണ് ഫ്ലയർ ഈറ്റ്സ്. ഇത് കോട്ടക്കൽ ബേസ്ഡ് ഒരു ഫുഡ് ഡെലിവറി ആണ്. 10 കിലോമീറ്റേഴ്സിനുള്ളിൽ ഇവർ ഫ്രീ ഫുഡ് ഡെലിവറി ചെയ്യും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓർഡറിന് 50% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ട് വെള്ള കടല റെസിപ്പിയാണ്. അത് ഞങ്ങൾക്ക് ജീരക റൈസിൻ്റെ ഒപ്പം പിന്നെ അപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ ഒപ്പം നല്ല ഒരു കോമ്പിനേഷനാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, ഒരു 2 പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് സ്ലോ ആക്കി വെക്കുക. ഫാസ്റ്റ് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി വേവാതെ കരിഞ്ഞു പോവും. പിന്നെ അതിലേക്ക് ഒരു രണ്ട് ഓണിയനും സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. സ്ലൈസ് ചെയ്യണോ ചോപ്പ് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടം, അത് കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം, അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടും. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പകുതി സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പകുതി ടീസ്പൂൺ ഗരം മസാല, ഒരു കുറച്ച് ജീരകം പൊടിച്ചതാണ് ഞാൻ ഇട്ടത്. നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ ജീരകം മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഫ്ലെയിം കൂട്ടാൻ പാടില്ല, മസാലകളൊക്കെ കരിഞ്ഞു പോവും. അതിലേക്ക് ഒരു 2 തക്കാളിയാണ് എടുക്കേണ്ടത്. കുറച്ച് പഴുത്ത തക്കാളിയാണ് എടുക്കാൻ ശ്രമിക്കുക. ഇനി പഴുത്തതില്ലെങ്കിൽ 2ന്റെ പകരം 3 എടുക്കണം. കുറച്ച് പുളി വേണം. എന്നിട്ട് നല്ലോണം വഴറ്റണം. തക്കാളി വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണ് വേവിച്ച കടല ഇട്ട് കൊടുക്കണം. അത് ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ വീഡിയോ ഒന്ന് കട്ടായി പോയി, അതാണ് കാണിക്കാൻ പറ്റാത്തത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് തണുത്ത ശേഷം ഗ്രൈൻഡ് ചെയ്യുക. ചൂടോട് ഗ്രൈൻഡ് ചെയ്യരുത്. ഗ്രൈൻഡ് ചെയ്ത ശേഷം ആ മസാല ചെയ്ത പാത്രത്തിൽ തന്നെ ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം, ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ജീരകം നല്ലൊരു ഫ്ലേവർ ആണ് ഇതിന്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ മസാലയോട് കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. മസാല ഒക്കെ ഇതിൽ മിക്സ് ആവണം. വേണമെങ്കിൽ ഒരു പകുതി ക്യാപ്സിക്കമും ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല ഫ്ലേവർ ആണ് ക്യാപ്സിക്കം ഇടുമ്പോൾ, നല്ല ടേസ്റ്റും വരും, ഗ്രേവിയും തിക്കാവും. നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ഞാൻ കടല ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ഒരു 8 മണിക്കൂർ കടല സോക്ക് ചെയ്യണം, പിന്നെ നല്ലോണം വേവിക്കണം കടല. അതിനുശേഷം ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ഇതിന് ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് ആ മസാലകളും ആ എണ്ണയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്ലെയിം സ്ലോയിൽ വേണം. ഈ സമയത്ത് ഫ്ലെയിം കൂട്ടാൻ പാടില്ല. മിക്സ് ചെയ്ത ശേഷം ആ പാത്രയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് ആഡ് ചെയ്ത് കൊടുക്കുക. ആ പാത്രത്തിലുള്ള ഗ്രേവിയും ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് ഉപ്പും ഞങ്ങൾക്ക് എരിവും ഒക്കെ ടേസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞങ്ങൾക്ക് കടല ഇട്ട് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഗ്രേവി എത്ര തിക്ക് വേണോ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കടല വേവിച്ച വെള്ളം തന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കൺസിസ്റ്റൻസിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് ബാക്കി തിളക്കാൻ വെക്കണം. ഒരു 10 മിനിറ്റ് തളിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് മതി, അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ടി വരില്ല. അതിലേക്ക് കുറച്ച് ഞങ്ങൾ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി പറഞ്ഞാൽ ഉലുവന്റെ ഇല ഉണക്കിയതാണ്. അത് ഞങ്ങൾക്ക് ഷോപ്പിൽ കിട്ടും, വലിയ റേറ്റ് ഒന്നും ഇല്ല. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഞങ്ങളെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ജീര റൈസ്, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ ഒപ്പം കഴിക്കുക. ഇത് നല്ല രസമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.